പിന്നെ സന്ദീപ് നായരുടെ പ്രവീൺ ചേട്ടൻ്റെ ഒരു ആശ്വാസത്തിനായിട്ട് പറഞ്ഞു, സന്ദീപ് വാര്യർക്ക് ഉള്ള ബോംബ് റെഡിയാണ്, അത് എപ്പോ പൊട്ടണം എന്നുള്ളത് സമയം വരുമ്പോൾ പൊട്ടും, അത്രേ ഉള്ളൂ. ഈ വെടിനിർത്തൽ വന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്നുമുള്ള സന്ദീപ് വാര്യർ, അതോടൊപ്പം തന്നെ മറുപക്ഷത്ത് അഖിൽ മാരാർ കുറേയധികം പോസ്റ്റുകൾ ഈ ഫേസ്ബുക്കിൽ അറഞ്ചം പുറഞ്ചം ഇട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയാണ്, സൈനികർ ഇങ്ങനെയാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ അങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പൻ പോസ്റ്റുകളുമായിട്ട് ഈ രണ്ട് വ്യക്തികൾ കുറേ ദിവസമായി കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൽ അഖിൽമാരാർക്ക് കിട്ടേണ്ട പണി നല്ല വെടിപ്പിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇട്ട പോസ്റ്റും മുക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു അനക്കവുമില്ലാതെ ഒരു മൂലക്കിരിക്കുന്നുണ്ട് അഖിൽമാരാർ. അത് മാത്രമല്ല, അഖിൽമാരാർക്കെതിരെ കേസും പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പണി ഇരുന്ന് വാങ്ങിക്കുന്നത് സന്ദീപ് വാര്യരാണ്. ഈ സന്ദീപ് വാര്യർ ഇപ്പോഴത്തെ മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. താൻ കോൺഗ്രസിലേക്ക് പോയതിൽ പിന്നാലെ തന്നെ എല്ലാവരും ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാത്രമാണ് കാണുന്നത് എന്ന തരത്തിലാണ് സന്ദീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ വീണ്ടും ശ്രദ്ധിക്കണം എന്നുള്ള തരത്തിൽ പല തരത്തിലുമുള്ള കുത്തിത്തിരിപ്പൻ പോസ്റ്റുകളുമായിട്ട് ഡെയിലി, അതും BJPക്കെതിരെ മാത്രമാണ് ഡെയിലി ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഒരു വല്ലാത്ത തരം ദയനീയമായിട്ടുള്ള ഒരു ദുരവസ്ഥ, ക്രിമികടി എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക്. എത്ര നാണം കെട്ടാലും വേണ്ടിയിട്ടില്ല, എത്ര തെറികൾ ഇനി സംഖ്യകളുടെ ഭാഗത്തു നിന്ന് കേട്ടാലും പ്രശ്നമില്ല, ഞാൻ ഇനിയും പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതുപോലുള്ള ഒരു തരം താഴ്ന്ന ലെവലിലേക്കാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ മാറിയിരിക്കുന്നത്. അത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. കാരണം വേറെ ഒന്നും പറയാനില്ല. തന്നെ ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യണമെങ്കിൽ BJPയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം. ഈ വെടിനിർത്തലിന് ശേഷം സന്ദീപ് വാര്യരുടെ ചില പോസ്റ്റുകളൊക്കെ തന്നെ സർക്കാരിനെതിരെയായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അഖിൽമാരാറിന്റെ മറ്റൊരു വെർഷനാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അതായത് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുമുള്ള നാടകങ്ങൾ കളിക്കുക. അതോടൊപ്പം തന്നെ അഖിൽമാരാർ ഒരു സീറ്റിന് വേണ്ടി ഇമാതിരി തൊട്ടിത്തരം കാണിച്ചെങ്കിൽ സന്ദീപ് വാര്യർ മറ്റൊരു സീറ്റിനായി കാണിക്കുന്ന തൊട്ടിത്തരം പരിപാടികളാണ് ഇതൊക്കെ തന്നെ. രണ്ടുപേരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് എരന്നുകൊണ്ട് സീറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചേ. പക്ഷേ ഇമാതിരി തൊട്ടിപ്പരിപാടികൾ കാണിച്ചുകൊണ്ടും അനാവശ്യമായിട്ടുള്ള രാജ്യത്തിനെതിരെയും അതോടൊപ്പം തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന തരത്തിലുമുള്ള വാർത്തകൾ പടച്ചു വിട്ടിട്ടല്ല ഇതുപോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നവരാരായാലും അവർ രാജ്യദ്രോഹി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മാരാർക്ക് പിന്നാലെ അടുത്ത പണിയിട്ടാൻ പോകുന്നത് സന്ദീപ് വാര്യർക്കാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ രീതിയിലാണ് പോക്കെങ്കിൽ ഈ പറയുന്ന സന്ദീപ് വാര്യർക്കും ഉണ്ട തിന്ന് ജയിലിൽ കിടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യവുമായിട്ട് സന്ദീപ് വാര്യർ വന്നിരിക്കുക. സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇപ്പോൾ പുതുതായിട്ട് വന്നതില്ല. സന്ദീപ് വാര്യർ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഇട്ടത്. അതായത് ഒരു വോയിസ് തന്നെയായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ച വിഷയമാക്കി അതിലെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് താൻ പോസ്റ്റാക്കി ഇട്ട ഒരു ക്ലിപ്പായിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ടുള്ള പണി ഒരുങ്ങിയിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ്. അതിൽ സന്ദീപ് വാര്യർ തന്നെ ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സന്ദീപ് വാര്യർക്കുള്ള ബോംബ് സംഖ്യകൾ റെഡിയാക്കി വച്ചിട്ടുണ്ടത്രേ. അപ്പോൾ വാര്യർക്ക് ഇത്രയും പേടിയാണോ ഇതൊക്കെ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ട്? അപ്പോൾ സന്ദീപ് വാര്യർക്ക് ഇത്രത്തോളം പേടിയാണ് സംഖ്യകളെ എന്നുള്ളത് ഇതിലൂടെ തന്നെ 100% വ്യക്തമാണ്. അല്ലെങ്കിൽ തന്നെ ഈ ചീഞ്ഞളിഞ്ഞ ഒരു അവസ്ഥയിലിരിക്കുന്ന സന്ദീപ് വാര്യരെ ഇനി സംഖ്യകൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ശരിക്കും പറഞ്ഞ എന്നെ പിച്ചി, എന്നെ നുള്ളി, എന്നെ മാന്തി എന്ന് പറയുന്ന കൊച്ചു പിള്ളേരുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വാര്യർക്കുള്ളത് എന്നുള്ളത് ഈ ഒരു പോസ്റ്റ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടതോടുകൂടി പൂർണ്ണമായിട്ടും വ്യക്തമായി. അതിൽ താഴെ വന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമാണ്. വരുന്നു, പോസ്റ്റ് ഇടുന്നു, സംഖ്യകളിൽ നിന്ന് പച്ചത്തെറി കേൾക്കുന്നു, വീണ്ടും വരുന്നു, പോസ്റ്റ് ഇടുന്നു, സംഖ്യകളിൽ നിന്ന് പച്ചത്തെറി കാണിക്കുന്നു. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. എങ്ങനെ നടന്ന ഒരു മനുഷ്യനാണ്, ഏതൊക്കെ തരത്തിൽ ആളുകൾ പൊക്കിപ്പിടിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഇതാ തറയിൽ വീണ് പൊട്ടിച്ചിതറി ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു സന്ദീപ് വാര്യർ. പരമകഷ്ടം എന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സന്ദീപ് വാര്യരുടെ കാര്യമെന്ന് പറയുന്നത്.